ഇപ്പോൾ സംസ്ഥാനത്ത് മഴ ശക്തമായി തന്നെ പെയ്യുകയാണ്. ഇന്നും അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ പരക്കെ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന്, സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന്, അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന്, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന്, കോഴിക്കോട് നിന്ന് മിഥില ബാലൻ ചേരും, വയനാട്ടിൽ നിന്ന് ശ്രുതി അയ്യപ്പത്തും, മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമും വിശദാംശങ്ങളുമായി ചേരും. ആദ്യം സലീം മാലിക്കിലേക്കാണ്. സലീം, നിലവിലെങ്ങനെയാണ് മഴ സാഹചര്യം സംസ്ഥാനത്ത്? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഏറെക്കുറെ അത് ശരിവെക്കുന്ന നിലയിലായിരുന്നു ഇന്നലെ രാത്രിയിലും ഇന്നലെ അർദ്ധരാത്രിയിലും സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും മഴ പെയ്തത്. എല്ലായിടത്തും അതിശക്തമായ മഴയായിരുന്നു ലഭിച്ചിരുന്നത്. തിരുവനന്തപുരത്തും തെക്കൻ ജില്ലകളിലും ഒക്കെയും സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിക്കുകയും ചെയ്തു. ഇന്ന് 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ റെഡ് അലർട്ട് ഉണ്ടായിരുന്ന അതേ ജില്ലകൾ, വടക്കൻ ജില്ലകളായ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഈ 5 ജില്ലകളിലായിരുന്നു ഇന്നലെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നത്. അതേ ജില്ലകളിൽ തന്നെ ഇന്നും റെഡ് അലർട്ട് ഉണ്ട്. അതിശക്തമായ അതിതീവ്ര മഴ ഇന്ന് ഈ ജില്ലകളിൽ ലഭിക്കും എന്ന് പറയുന്നു. മാത്രമല്ല, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. ഈ 3 ജില്ലകൾ കൂടി ഒഴിച്ച് മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴ, ഒപ്പം 60 കിലോമീറ്ററിലധികം ശക്തിയിൽ വീശിയടിക്കാൻ പോകുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണിക്കും ഉരുൾപൊട്ടൽ സാധ്യതയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രകൾ പരമാവധി ഈ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. തീരമേഖലകളിൽ പലയിടങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരദേശങ്ങളിൽ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാലാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയും ചെയ്യും. ഒപ്പം മണിക്കൂറിൽ 50-നും 60-നും ഇടയിൽ ശക്തിയിൽ കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാനുള്ള കാറ്റിനും സാധ്യത കൽപ്പിക്കുന്നുണ്ടോ ഉന്മേഷ്? സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി സമീർ ബിൻ കരീം ചേരുന്നുണ്ട്, മലപ്പുറത്തു നിന്നാണ്. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, ഇന്നലെ മലപ്പുറത്ത് രാവിലെ പറയുമ്പോൾ കുറച്ച് ശക്തമായ മഴ പെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പലയിടങ്ങളിലും വലിയൊരു പ്രശ്നമാകുന്നത് ശക്തമായ കാറ്റ്, അതോടൊപ്പം ഉണ്ടാകും ഈ മരങ്ങൾ കടപുഴകി വീഴുക, അതുപോലെയുള്ള അപകടകരമായ സാഹചര്യമുണ്ട്. അപ്പൊ ഇന്ന് അവിടെ മലപ്പുറത്ത് നിലവിൽ എന്താണ് സാഹചര്യം? ഇന്നത്തെ ഒരു അലേർട്ട് എന്താണ് അവിടെ? സ്മിത, മലപ്പുറം ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. എങ്കിലും രാവിലെ കനത്ത മഴ നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ കനത്ത മഴ ഉണ്ടായിരുന്നെങ്കിലും പുലർച്ചയോട് കൂടി മഴയ്ക്ക് ശമനം വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മലയോര മേഖലയിൽ മഴ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം എന്നുള്ളതാണ്. തീരദേശ മേഖലയിലും മഴയുണ്ട്, ശക്തമായ ഈ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ ഈ തലപ്പാറക്കടുത്ത് പാറക്കടവ് പാലത്തിന് സമീപം കൂറ്റൻ മരം റോഡിലേക്ക് കടപുഴുകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്പം നേരം ഗതാഗത തടസ്സം ഉണ്ടായെങ്കിലും പിന്നീട് ആ മരം ഇവിടെ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഈ ഒരു അനിഷ്ട സംഭവം മാറ്റി നിർത്തിയാൽ മലപ്പുറം ജില്ലയിൽ വേറെ അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. എങ്കിലും ഈ മലയോരത്തുള്ളവരും ഒപ്പം തന്നെ തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കാനാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രത്യേകിച്ച് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അന്ന് അവധി നൽകിയിരിക്കുന്നത്. ഇന്ന് റെഡ് അലർട്ട് കൂടി കണക്കിലെടുത്താണ് ഇത്തരം ഒരു നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയോരത്തൊക്കെ തന്നെ അതീവ ഒരു ജാഗ്രത ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കാരണം ചാലിയാർ പുഴയിലൊക്കെ തന്നെ ജലവിധാനം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വയനാട്, നീലഗിരി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ചാലിയാർ പുഴയിലെ ജലനിരപ്പ് അതിവേഗത്തിൽ ഉയരുന്ന ഒരു ഘട്ടമുണ്ടാകും. അങ്ങനെയെങ്കിൽ ചാലിയാറിനോട് ചേർന്ന് താമസിക്കുന്നവരും ചാലിയാർ പുഴയിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. മാത്രമല്ല, കടലാക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ രാവിലെയൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന് തീരദേശവാസികൾക്കും നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ ശക്തമായ മഴയില്ലെങ്കിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സ്മിത, സമീർ ബിൻ കരീമാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സൂര്യശ്രീ, ഇന്നലെ ഈ എറണാകുളം ജില്ലയുടെ തീരമേഖലയിൽ കടലാക്രമണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇന്നെങ്ങനെയാണ് ജില്ലയിലെ മഴ സാഹചര്യം, വിവരങ്ങൾ?
ഗുഡ് മോർണിംഗ് ഉമേഷ്. കഴിഞ്ഞ 3 ദിവസമായി എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നും അതിശക്തമായ കാറ്റും മഴയും ഉണ്ടാവുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് ഇന്നും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ഇന്ന് എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകമായിരിക്കുന്നത്. അങ്കണവാടികൾക്കുൾപ്പെടെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ശക്തമായ കാറ്റും മഴയും ഇന്നലെ രാത്രി വരെ എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. കാലടി, നെടുമ്പാശ്ശേരി, ആലുവ ഭാഗങ്ങളിലൊക്കെ രാത്രിയിലൊക്കെ തന്നെയും ശക്തമായ മഴയിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയും മരം ഒടിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വൈദ്യുതി തടസ്സവും അതുവഴി ഗതാഗത തടസ്സവും ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ജില്ലയിലെ തീരദേശ മേഖലകളിൽ ഇന്നലെ വലിയ തരത്തിലുള്ള ഒരു കടലാക്രമണ സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധ തീരദേശ മേഖലയിലെ കണ്ടമാലി, അതുപോലെ തന്നെ വൈപ്പിൻ, എടവനക്കാട്, ഞാറയ്ക്കൽ, ഞായരമ്പലം പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ കടൽ കയറ്റമുണ്ടായി. വീടുകളൊക്കെ തന്നെ തകർന്നിരുന്നു. കണ്ടമാലിയിലെ ഒരാളുടെ വീടിന് അതിശക്തമായ ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇന്നും ഇത്തരത്തിൽ വലിയ രീതിയിൽ കടൽ കയറാനുള്ള സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ശക്തിയിൽ കാറ്റടിച്ചേക്കാമെന്നുള്ള മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പുലർച്ചെ അതിശക്തമായ മഴയ്ക്കൊക്കെ തന്നെ ഒരു ശമനമുണ്ട്. മഴ നേരിയ തോതിൽ പൊടിഞ്ഞു മാത്രമാണ് ഉള്ളത്. എന്നാൽ ഇന്നലെ അർദ്ധരാത്രി വരെ അതിശക്തമായ മഴയായിരുന്നു. ഇന്ന് ഓറഞ്ച് അലർട്ട് തന്നെയാണ് എറണാകുളം ജില്ലയിൽ നിൽക്കുന്നത്. ഒപ്പം തന്നെ തീരദേശ മേഖലകളിൽ കടൽ കയറ്റത്തിനുള്ള സാഹചര്യവും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജില്ലയിലെ നദികളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നദികളിൽ കുളിക്കാൻ ഇറങ്ങുകയോ മറ്റാവശ്യങ്ങൾക്കൊക്കെ തന്നെ ഇറങ്ങരുതെന്നുണ്ട്. ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിൽക്കുന്നത്. മണിക്കൂറിൽ തന്നെ അതിശക്തമായ കാറ്റ് 60 കിലോമീറ്റർ വരെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റും ഒപ്പം തന്നെ അതിശക്തമായ മഴയുമാണ് എറണാകുളം ജില്ലയിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശ്രീയാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള മഴ വാർത്തകളുമായി നമുക്കൊപ്പം ചേർന്നത്. ശക്തമായ മഴ തന്നെയാണ് എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലായി പെയ്യുന്നത്. കടലോര പ്രദേശത്തുള്ളവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഈ കനത്ത മഴയെ തുടർന്ന് ട്രെയിനുകൾ വൈകിയോടുന്നു എന്ന വിവരം വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് 5:20 പുറപ്പെടേണ്ട വേണാട് എക്സ്പ്രസ് 2 മണിക്കൂർ വൈകിയാകും സർവീസ് തുടങ്ങുക. ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 50 മിനിറ്റ് വൈകി ഓടുന്നുണ്ട്. വി ജയശങ്കറാണ് വിവരങ്ങൾ വച്ചിരുന്നത്. ജയശങ്കർ, ഈ കനത്ത മഴ ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചിരിക്കുകയാണല്ലോ. ഏതൊക്കെ ട്രെയിനുകൾ വൈകുന്നു ജയശങ്കർ? തിരുവനന്തപുരത്ത് നിന്ന് 5:20 പുറപ്പെടേണ്ട വേണാട് എക്സ്പ്രസ് 7:30 സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ വൈകിയാണ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 1 മണിക്കൂറിലധികം വൈകിയാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് 50 മിനിറ്റോളം വൈകി ഓടുന്നുണ്ട്. തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത് 3 മണിക്കൂറോളം വൈകിയാണ്. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസിന്റെ യാത്രയും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. 9 മണിക്കൂർ 55 മിനിറ്റ് വൈകി. ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുനെൽവേലിയിൽ നിന്ന് ഈ ട്രെയിൻ പുറപ്പെടും. രാവിലെ 5:05 പുറപ്പെടേണ്ട ട്രെയിൻ ആയിരുന്നു ഇത്. തിരുനെൽവേലിയിൽ എത്തിച്ചേരേണ്ട ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ലേറ്റ് ആയതാണ് ഇതിനുള്ള ഒരു കാരണം. ഇത് കേരളത്തിന് പുറത്തുള്ള മഴയും ഒപ്പം തന്നെ മറ്റു പ്രശ്നങ്ങളും കാരണം ട്രെയിൻ വൈകിയെന്നാണ് റെയിൽവേ പറയുന്നത്. ഈ മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് യാത്ര അവസാനിപ്പിച്ചത് 1 മിനിറ്റ് വൈകിയാണ്. ഇത് തിരുവനന്തപുരം സെൻട്രൽ ട്രെയിൻ എത്തിച്ചേരുന്നതേ ഉള്ളൂ. അങ്ങനെ വിവിധ ട്രെയിനുകൾ ലേറ്റാണ്. MGR ചെന്നൈ എക്സ്പ്രസ്, MGR ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസ് 21 മിനിറ്റ് വൈകി ഓടുന്നു. എന്തായാലും റെയിൽവേ പറയുന്നത് സംസ്ഥാനത്ത് ഭൂരിഭാഗം ട്രെയിനുകളും സമയക്രമം പാലിക്കുന്നുണ്ട്. ദീർഘദൂര ട്രെയിനുകൾ ഉൾപ്പെടെ ചില ട്രെയിനുകളാണ് ഇത്തരത്തിൽ വൈകി ഓടുന്നത്. മറ്റു ചില ട്രെയിനുകളുടെ സമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ട്രക്കുകളിൽ മരവും മറ്റും വീണിരുന്നു. ഇവ നിലവിൽ മാറ്റിയിട്ടുണ്ട്. അപകടകരമായ സാഹചര്യമില്ല. ഒപ്പം തന്നെ കേരളത്തിന് പുറത്തുള്ള മഴയും ദീർഘദൂര ട്രെയിനുകൾ എത്തിച്ചേരുന്നതിന് വൈകുന്നതിനുമൊക്കെ കാരണമായെന്ന് റെയിൽവേ പറയുന്നു. എന്തായാലും ഭൂരിഭാഗം ട്രെയിനുകളും സമയക്രമം പാലിക്കുന്നുണ്ട്. പ്രാദേശികമായി ഓടുന്ന മെമ്മു ഒപ്പം തന്നെ പാസഞ്ചർ ട്രെയിനുകൾ അവ കൃത്യസമയം തന്നെ പാലിക്കുന്നതായും റെയിൽവേ അറിയിക്കുന്നുണ്ട്. ട്രെയിനുകൾ വൈകി ഓടുന്നതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു AV ജയശങ്കർ. ഇപ്പോൾ മഴ അങ്ങനെ കനത്തു പെയ്യുമ്പോൾ ഓരോ ജില്ലകളിലും എന്തെല്ലാമാണ് മഴ വാർത്തകൾ, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. മഴയാണോ രാവിലെ? സ്മിത, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 3 ദിവസമായി കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ടാണ്. അതിശക്തമായ മഴ ഇന്നലെ ഉൾപ്പെടെ രാത്രിയിലും അതിശക്തമായ മഴയുണ്ടായിരുന്നു. രാവിലെയും മഴയുണ്ട്, പക്ഷെ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ കൂടുതൽ ശക്തിയോടെ മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ
മുന്നറിയിപ്പുമുള്ളത്. ആകാശം മേഘാവൃതമായി തന്നെ നിൽക്കുകയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തിയായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മഴക്കെടുതികളും ഇന്നലെ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. പല പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് പയ്യന്നൂരിലെ പെരുമ്പ പുഴ, ഇരിട്ടി പുഴ ഉൾപ്പെടെ കരകവിഞ്ഞൊഴുകി തീരപ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടലാക്രമണ ഭീഷണിയും ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. മുന്നറിയിപ്പ് അനുസരിച്ച് മാഹി മുതൽ വളവട്ടണം വരെയുള്ള തീരപ്രദേശത്ത് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അഴീക്കൽ മേഖലയിൽ കൂടുതൽ രൂക്ഷമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ബൈപ്പാസ് നിർമ്മാണം നടക്കുന്ന പട്ടൂർ റോഡിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. വലിയ മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ വലിയ കുന്നിടിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. ആ കുന്നിന്റെ വലിയ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യമുണ്ട്. തളിപ്പറമ്പ് പട്ടുവം റോഡിന്റെ ചേർന്നാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ആ റോഡിൽ പൂർണ്ണമായി തന്നെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. നിരവധി ആൾക്കാർ ആശ്രയിക്കുന്ന റോഡാണ്. അവർ ശ്രദ്ധിക്കേണ്ടത് തളിപ്പറമ്പ് നിന്ന് കൂവോട് മംഗലശ്ശേരി വഴി പട്ടുവത്തേക്ക് പോകണം എന്നതാണ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തളിപ്പറമ്പ് ശേഷം, അതായത് ആ റോഡ് പൂർണ്ണമായി തന്നെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും ജില്ലയിൽ അവധിയാണ്. പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിട്ടുള്ളത്. കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. അവിടെ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് എന്തായാലും മാറ്റമില്ല എന്നതാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. മഴക്കൊപ്പം തന്നെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മഴക്കെടുതികളും നാശനഷ്ടങ്ങളും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ശക്തമായ മഴക്കൊപ്പം തന്നെ ശക്തമായ കാറ്റുകൂടി വീശുമ്പോഴാണ്. അപ്പോൾ ആ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയായ ചെറുപുഴയിലൊക്കെ ഇന്നലെ കാര്യങ്കോട് പുഴ, അവിടുത്തെ പ്രധാനപ്പെട്ട പുഴയാണ് കാര്യങ്കോട് പുഴ, ഇന്നലെ തന്നെ കരകവിഞ്ഞ് അവിടെ കൃഷിയിടങ്ങളിലും അവിടെ ഒരു പ്രധാനപ്പെട്ട പാലം ഉൾപ്പെടെ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇരിട്ടിയിലും വലിയ രീതിയിൽ അവിടെ പുഴയിൽ വെള്ളം കയറി മറ്റിടങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട് എന്ന മുന്നറിയിപ്പുമുണ്ട്. എന്തായാലും ജില്ലയിലാകെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് കാസർഗോട്ടെ മഴ സാഹചര്യം അരുൺ? ഉന്മേഷ, ഗുഡ് മോർണിംഗ്. ഉന്മേഷ, ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ശക്തമായ മഴ ജില്ലയിലെ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഇടവിട്ടുള്ള പുലർച്ചെ മുതൽ തന്നെ ഇടവിട്ടുള്ള മഴയുണ്ട്. റെഡ് അലേർട്ടാണ് ഇന്ന് ജില്ലയിലുള്ളത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരമാലയുടെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ തിരമാലയുണ്ടാവുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് വെള്ളരിക്കുണ്ട് താലൂക്കിലെ പറമ്പ LP സ്കൂളിലേക്ക് 6 കുടുംബങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഇന്നലെ 4 കുടുംബങ്ങളെയാണ് മാറ്റിയത്. വൈകാതെ 2 കുടുംബങ്ങളെ കൂടി പറമ്പ സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ 37 പേർ ക്യാമ്പിലുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. മൈച്ച മുനമ്പത്ത് 15 വീടുകളിൽ ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടി വെള്ളം കയറിയിട്ടുണ്ട്. ഇവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തേജസ്വിനി പുഴ, കാര്യങ്കോട് പുഴ, ഉപ്പഴ പുഴ എന്നീ നദികൾ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ആ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മധുവാഹിനി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നിപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റാണിപുരം പോലുള്ള ഈ മലയോര മേഖലകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടച്ചിട്ടിട്ടുണ്ട്. മലയോര മേഖലകളിൽ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി എന്നാണ് പറയുന്നത്. ചെർക്കള എടനീർ റോഡിൽ ഇന്നലെ രാത്രിയോടുകൂടി മരം വീണിരുന്നു. കാറിന് മുകളിൽ മരം വീണിരുന്നു. പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണിപ്പോൾ നിലവിൽ കാസർഗോഡ് ജില്ലയിലെ മഴയുടെ ഒരു സാഹചര്യം. വരും മണിക്കൂറുകളിൽ മഴ കനക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നദികളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഉന്മേഷ, സ്മൃത. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി ഇനി മിഥില ബാലൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥില, ഈ പലപ്പോഴും മഴ ശക്തമാകുന്നതോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് പലയിടങ്ങളിലും വലിയ നാശം വിതയ്ക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കോഴിക്കോടത്തെ ഒരു സാഹചര്യം എന്താണ്? രാവിലെ ശക്തമായ മഴയുണ്ടോ? സ്മിത, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി മുതൽ തന്നെ നല്ല മഴയുണ്ട്. ഇന്ന് രാവിലെ അല്പം ശമനമുണ്ട്. പക്ഷേ മലയോര മേഖലകളിലെല്ലാം തന്നെ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്.
കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയോര മേഖല എന്ന് പറയുമ്പോൾ വിലങ്ങാടാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിൽ, അതിശക്തമായ മലവെള്ളപ്പാച്ചിലാണ്. മാത്രമല്ല കുറ്റ്യാടി ഭാഗങ്ങളിൽ, കാവിലുംപാറ ഭാഗങ്ങളിൽ, തൊട്ടിൽപ്പാലം പുഴയിലും സമാനമായ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. എടുത്തു പറയേണ്ട കാര്യം വിലങ്ങാട് തന്നെയാണ് ഉരുൾപൊട്ടലുണ്ടായ ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്നലെ ചെറുപുഴയിൽ ഒരു വയോധികനെ കാണാതായിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തിരച്ചിൽ മുക്കം ഫയർഫോഴ്സ് താൽക്കാലികമായി നിർത്തിവെച്ചതാണ്. പക്ഷേ ഇന്ന് രാവിലെ 6:30 വീണ്ടും ഇയാൾക്കായുള്ള തിരച്ചിൽ ആരംഭിക്കും. മറ്റൊന്ന് പുഴകളിലെ ജലനിരപ്പാണ്. പുഴകളിലെ ജലനിരപ്പ് ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് വനപ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴയാണ്. അതുകൊണ്ട് തന്നെ പുഴയോരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി തീരദേശ മേഖല എടുക്കുകയാണെങ്കിൽ തന്നെ കടലാക്രമണം ഭീതിയിൽ തന്നെയാണ് കോഴിക്കോടിൻ്റെ തീരദേശ മേഖലയും. കാറ്റ് അതിശക്തമായ കാറ്റാണ്. അതുകൊണ്ട് തന്നെ കാലവർഷക്കെടുതികൾ, ഇന്നലെയും വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് റെഡ് അലേർട്ടാണ്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി നൽകിയിട്ടുണ്ട്. നിലവിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലകളിൽ വിലങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അത്തരങ്ങളിൽ എല്ലാം അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരികൾ പോകരുതെന്ന ഒരു കർശന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്മിത, ഉന്മേഷ്. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് മഴ സാഹചര്യം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക് നമ്മൾ പോകുന്നു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ-3 കണ്ടെയ്നറുകൾ എറണാകുളം ജില്ലയുടെ തെക്ക് പടിഞ്ഞാറൻ തീരങ്ങളിൽ അടിയാൻ സാധ്യത. കണ്ടെയ്നർ കണ്ടാൽ ഉടൻ വിവരം അറിയിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 200 മീറ്റർ അകലം പാലിക്കണമെന്നും സ്പർശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കൊല്ലം, ആലപ്പുഴ തീരങ്ങളിലും പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാസർഗോഡ് കുമ്പള കോയിപ്പാടിയിൽ കരക്കിടിഞ്ഞ ബാരൽ ഇന്ന് പരിശോധിക്കും. മംഗലാപുരത്ത് നിന്നെത്തുന്ന വിദഗ്ധ സംഘമാകും പരിശോധന നടത്തുക. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ കോയിപ്പാടി കടപ്പുറത്തിന് സമീപമാണ് നീല നിറത്തിലുള്ള പ്ലാസ്റ്റിക് ബാരൽ കണ്ടെത്തിയത്. കോസ്റ്റൽ പോലീസും കുമ്പള പോലീസും സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും എന്താണെന്ന് തിരിച്ചറിയാനായില്ല. ഇതോടെയാണ് മംഗലാപുരം പോർട്ട് അധികൃതരെ വിവരമറിയിച്ചത്. പുറംകടലിൽ കത്തിയ കപ്പലിൽ നിന്ന് ഒഴുകിയെത്തിയ നൈട്രിക് ആസിഡ് ആകാം ബാരലിൽ ഉള്ളതെന്നാണ് പ്രാഥമിക നിഗമനം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി യാത്ര തിരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കാനഡയിലെത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോദി നിലവിൽ സൈപ്രസിലാണ് ഉള്ളത്. G7 ഉച്ചകോടിക്കിടെ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരെ പ്രധാനമന്ത്രി കണ്ടേക്കും. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യം G7-ൽ പ്രധാന ചർച്ചയാകാൻ സാധ്യതയുണ്ട്. 2 രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന നിലപാട് ഇന്ത്യ അറിയിക്കും. ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിനു ശേഷം ഇന്ത്യ-കാനഡ നയതന്ത്ര ബന്ധം വഷളായിരുന്നു. അതിനുശേഷം ഇതാദ്യമായാണ് 2 രാജ്യങ്ങൾക്കും ഇടയിലെ ഉന്നത തല ചർച്ചകൾക്ക് സാഹചര്യം ഒരുങ്ങുന്നത്. ഉച്ചകോടിക്ക് ശേഷം ക്രൊയേഷ്യയും മോദി സന്ദർശിക്കും. പരിശീലന പറക്കലിനിടെ ഇന്ധന ദൗർലഭ്യമടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ന് വിമാനവാഹിനി കപ്പലിലേക്ക് മടങ്ങിയേക്കും. പ്രതിരോധ വകുപ്പിന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഇന്ധനം നിറച്ച യുദ്ധവിമാനം നിലവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര എയർബേയിലാണുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കൊപ്പം ഇമിഗ്രേഷൻ, എയർഫോഴ്സ് ക്ലിയറൻസ്, വിമാനത്തിന്റെ സാങ്കേതിക പരിശോധനകൾ, പൈലറ്റിന്റെ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാകും. 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള വിമാനവാഹിനി കപ്പലിലേക്ക് വിമാനം തിരികെ പോകും. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫയിൽ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ഹൈഫയിലെ 3 ഇടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും കെട്ടിടങ്ങൾ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഇസ്രയേലിന്റെ നിർദ്ദേശം. ഇസ്രയേലിന്റെ വ്യോമപാതയും വിമാനത്താവളങ്ങളും പൂർണ്ണമായി അടച്ചു. മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. മെറിൻ, ഈ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ മിസൈൽ ആക്രമണങ്ങൾ, അതിന്റെ ഒരു ആശങ്ക അതൊന്ന് ഒഴിയും എന്ന് കരുതുമ്പോൾ പിന്നെ വീണ്ടും ഇരു രാജ്യങ്ങളും പരസ്പരം തിരിച്ചടിക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ ഇറാനെതിരെ കനത്ത ആക്രമണം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തെല്ലാം നാശനഷ്ടങ്ങളാണ്? ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് ഉന്മേഷ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഇറാന്റെ IR റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് മേധാവി മുഹമ്മദ് ഖസേമിയും 2 ജനറൽമാരും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ IDF പുറത്തുവിട്ടു കഴിഞ്ഞു. ഇറാന്റെ യുദ്ധവിമാനം, അതായത് മഷ്ഹാദ് വിമാനത്താവളത്തിലെത്തിയ വിമാനത്തെ
ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ള വിവരവുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇരു രാജ്യങ്ങളും ഇന്നലെ രാത്രി വൈകിയും കനത്ത ആക്രമണമാണ് തുടർന്നത്. ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫയിൽ ഇന്നലെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബാലിസ്റ്റിക് മിസൈലുകൾ ആണ് ഉപയോഗിച്ചത്. പ്രധാനമായും 3 കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. ഇതിൽ കനത്ത നാശനഷ്ടമുണ്ടായെന്നും 10 ഇസ്രായേലി പൗരന്മാർക്ക് പരിക്കേറ്റെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ 224 പേർ കൊല്ലപ്പെട്ടുവെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജനവാസ കേന്ദ്രങ്ങൾ പ്രധാനമായിട്ടും ഇസ്രായേലിലെ ജെറുസലേം, ടെൽ അവീവ് തുടങ്ങിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇറാന്റെ ആക്രമണം എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ആക്രമണം നടന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇറാന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും, ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്, അതിൽ അന്തിമ വിജയം ഇസ്രായേലിനായിരിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിരുന്നു. ഇതിന് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പ്രതികരിച്ചത്. അതായത് അത്തരത്തിലൊരു നീക്കത്തിന് മുതിർന്നാൽ ഇസ്രായേലിനും കനത്ത തിരിച്ചടി അല്ലെങ്കിൽ ഹീനമായ ഒരു തിരിച്ചടിക്ക് തയ്യാറായിക്കൊള്ളണം എന്നുമാണ് ഇറാന്റെ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയത്. അതിനിടെ ട്രംപിന്റെ പ്രതികരണം ഇന്നലെ വന്നിരുന്നു. അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടൻ സമാധാനത്തിലെത്തും, ഉടൻ ധാരണയിലെത്തും, അതിന് മുൻകൈ എടുക്കുമെന്നുള്ള ഒരു പ്രതികരണവും ഇന്നലെ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രതികരിച്ചിരുന്നു. അതായത് മിഡിൽ ഈസ്റ്റിനെ ഒരിക്കൽ കൂടി ലെറ്റ്സ് മേക്ക് മിഡിൽ ഈസ്റ്റ് ഗ്രേറ്റ് അഗെയിൻ എന്ന പ്രസ്താവനയാണ് ട്രംപ് ഇന്നലെ പങ്കുവച്ചത്. എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇരു രാജ്യങ്ങളും രാത്രി വൈകിയും കനത്ത ആക്രമണമാണ് നടത്തിയിരുന്നത്. സൈനിക കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും എണ്ണപ്പാടകളുമാണ് ഇറാനിൽ പ്രധാനമായും ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അതിനു പിന്നാലെ ഇറാൻ ആക്രമണം നടത്തൽ ഇസ്രായേലിലെ നഗരങ്ങളായിട്ടുള്ള ജെറുസലേം, ടെൽ അവീവ്, അതേപോലെ തന്നെ ഹൈഫ ഇപ്പോൾ ഈ സംഘർഷമായവില്ലാതെ തുടരുകയാണല്ലോ. ഏതെങ്കിലും സമവായത്തിനുള്ള എന്തെങ്കിലും സാധ്യത തെളിയുന്നുണ്ടോ? നമ്മൾ ഇന്നലെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന കേട്ടതാണല്ലോ. അത്തരത്തിൽ സമവായ ചർച്ചകൾ വന്നു എന്നുള്ള വാർത്തകൾ ഒന്നും തന്നെ റിപ്പോർട്ടുകൾ നിലവിൽ ഇല്ല. പ്രധാനമായും ട്രംപിന്റെ ഒരു പ്രസ്താവന തന്നെയാണ് ഇന്നലെ വന്നത്. അതായത് ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസ് തമ്മിലുള്ള യുദ്ധത്തിന് ചർച്ചകൾക്ക് താൻ മുൻകൈയെടുത്തു. അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് താൻ മുൻകൈയെടുത്തു. അതുപോലെ തന്നെ ഒരു സമാധാന ശ്രമങ്ങൾ അല്ലെങ്കിൽ ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ ഉടൻ സമാധാന അല്ലെങ്കിൽ ധാരണയിലെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ട്രംപ് ഇന്നലെ പങ്കുവച്ചത്. ഇതിന് പ്രധാനമായും പുടിനും അതുപോലെ തന്നെ ട്രംപും ടെലിഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു. നേരത്തെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതായത് ഇസ്രായേലിന്റെ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ ട്രംപ് പറഞ്ഞത്, അതായത് ഇറാനും ഒരു മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരുന്നു. അതായത് തങ്ങളെ ആക്രമിക്കാൻ തുടർന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാൻ അമേരിക്കയെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ കനത്ത തിരിച്ചടി ഉണ്ടാകും. ഇതിൽ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കുമില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അല്ലെങ്കിൽ ഉടൻ തന്നെ ഒരു ധാരണയിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷ, അതിന് താൻ തന്നെ മുൻകൈയെടുക്കും. ഇത്തരത്തിലുള്ള ചർച്ചകളുടെ ഒരു ക്രെഡിറ്റോ അത്തരത്തിലുള്ള ക്രെഡിറ്റ് താൻ എടുക്കുന്നില്ല, അത്ര ഒരു ക്രെഡിറ്റ് തനിക്ക് വേണ്ട. എന്നാൽ ഇരു രാജ്യങ്ങളും ഉടൻ തന്നെ സമാധാനത്തിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷ വെച്ചിരുന്നു. G7 ഉച്ചകോടിക്കെതിരെയും ഇറാൻ ഇസ്രായേൽ സംഘർഷം ചർച്ചയാകുമെന്നതും അത്തരത്തിലൊരു സമാധാന ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏതായാലും സമാധാന ചർച്ചകൾ നടക്കണം, സമവായം ഉണ്ടാകണം എന്ന് ട്രംപ് പറയുമ്പോഴും ലെറ്റ് ദം ഫൈറ്റ് ഇറ്റ് ഔട്ട് എന്നുള്ള പ്രകോപനപരമായ ചില പരാമർശങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം ഇസ്രായേലിന്റെ അറ്റാക്കിനെ കുറിച്ച് ഉള്ളൊരു പ്രതികരണം ട്രൂത്ത് സോഷ്യലിൽ ഉണ്ടായിരുന്നത്. അവർ ചെയ്തത് എക്സലന്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇസ്രായേലിന് ചെയ്തത് എന്നാണ് ട്രംപ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം 2 തരത്തിലുള്ള പരാമർശങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ലോകരാജ്യങ്ങൾ ഈ സമാധാന ശ്രമങ്ങൾ തുടങ്ങണം, ആ രീതിയിൽ തന്നെയാണ് സംഘർഷം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതികരണങ്ങൾ എത്തുന്നത്. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. ഇറാനിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചതായി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. ചില ഇന്ത്യൻ വിദ്യാർത്ഥികളെ എംബസി തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി സഹായത്തിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും എംബസി അറിയിച്ചു. ഡൊണാൾഡ് ട്രംപിനെതിരായ നോ കിങ്സ് പ്രതിഷേധത്തിനിടെ യൂട്ടായിൽ ഒരാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടതായി പോലീസ്. സംഭവസ്ഥലത്തിന് തോക്കും ഗ്യാസ് മാസ്കും ബാഗും കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. 24 വയസ്സുകാരൻ കസ്റ്റഡിയിൽ. ഗസയിലെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം തുടർന്ന ഇസ്രായേൽ 24 മണിക്കൂറിനിടെ 59 പേരെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയതായി ആരോഗ്യ മന്ത്രാലയം. ഇതിൽ 17 പേരും കൊല്ലപ്പെട്ടത് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ഉണ്ടായ വെടിവയ്പിലാണ്. നിരവധി പേർക്ക് പരിക്ക്.
വെസ്റ്റ് വെർജീനിയയിൽ വ്യാപക വെള്ളപ്പൊക്കം. ഫെയർമോണ്ടയിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ. അമേരിക്കയിലെ മിനസോട്ടയിൽ ജനപ്രതിനിധിയും ഭർത്താവും വെടിയേറ്റു മരിച്ച സംഭവത്തിൽ പ്രതിക്കായി തെരച്ചിൽ തുടരുന്നു. ഒളിവിൽ തുടരുന്ന വാൻസ് ലൂഥർ ബോൾട്ടിന്റെ ഭാര്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ 55 മൃതദേഹം തിരിച്ചറിഞ്ഞു. 24 മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. അപകടത്തിൽ കൊല്ലപ്പെട്ട BJP മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. സംസ്ഥാനത്ത് ഇന്ന് ദുഃഖാചരണമാണ്. പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം ഇന്നോ നാളെയോ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇനി ചില ദേശീയ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പുനെയിലെ തലേഗാവിൽ ഇന്ദ്രായണി നദിക്ക് കുറുകെയുള്ള നടപ്പാലം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരണം 4 അപകടത്തിൽ 51 പേർക്ക് പരിക്കേറ്റു. കാലപ്പഴക്കം ചെന്ന പാലമാണ് തകർന്നത്. 7 പേർ കൊല്ലപ്പെട്ട ഉത്തരാഖണ്ഡിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിവിൽ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവും. ഇത് സംബന്ധിച്ച് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അറിയിച്ചു. രാജ്യത്ത് സെൻസസിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2027 ഇന്ത്യയുടെ 16ാമത് സെൻസസ് ഉണ്ടാവുക. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന്. ധുബ്രിയിലെ സംഘർഷങ്ങളിൽ ശക്തമായ നിലപാടുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. സംഘർഷം തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുവെന്നും പ്രവർത്തനങ്ങളെ ചെറുക്കാൻ കഠിനാധ്വാനം ചെയ്യണമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 38 പേരെ അറസ്റ്റ് ചെയ്തതായും മുഖ്യമന്ത്രി അറിയിച്ചു. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പുതുച്ചേരിയിലെത്തി. ഇന്ന് വൈകിട്ട് ജിപ്മർ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ പങ്കെടുക്കും. ഇനി നിലമ്പൂരിലേക്കാണ്. പോരാട്ടച്ചൂടിൽ നിലമ്പൂർ. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അവസാനവട്ട പ്രചരണങ്ങളിലാണ് മുന്നണികൾ. സ്റ്റാർ ക്യാമ്പയിനർമാരെ ഇതിനോടകം കളത്തിലിറക്കിയ മുന്നണികൾ ആവേശം നിലനിർത്താൻ ഇന്ന് ലക്ഷ്യമിടുന്നു. ഇന്ന് UDF LDF സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ അവസാനവട്ട പര്യടനം പൂർത്തിയാക്കും. PV അൻവറും അവസാന ലാപ്പിൽ കരുത്ത് കാട്ടാനുള്ള ഒരുക്കത്തിലാണ്. റാഫി കരീമുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന്. റാഫി, പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അവസാന ലാപ്പിലാണല്ലോ പ്രചാരണം. ഇന്ന് ആരൊക്കെ ഉണ്ട് മണ്ഡലത്തിൽ? മുതിർന്ന നേതാക്കൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ? CPM-ന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും UDF-ന്റെയും LDF-ന്റെയും എല്ലാം നേതാക്കൾ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം പ്രചരണം അവസാനിക്കാൻ പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലാണ് നിലമ്പൂരുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ പ്രചരണം ഇനിയുള്ള മണിക്കൂറുകളിൽ പുറത്തെടുക്കുക എന്നുള്ളതാണ് മുന്നണികൾ ലക്ഷ്യം വെക്കുന്നത്. UDF-ൽ ഇന്ന് പ്രധാനമായും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മണ്ഡലത്തിൽ പര്യടനം നടത്തുമെന്നുള്ളതാണ്. സ്ഥാനാർത്ഥിക്ക് വേണ്ടി 5 ഇടങ്ങളിൽ അദ്ദേഹം പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ഇന്ന് മുഴുവൻ സമയ പ്രചരണമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാക്കളായ കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം തന്നെ അബ്ദുൽ വഹാബ് MP-യും ഒപ്പം PMA സലാമും എല്ലാ നേതാക്കളും ഇന്ന് മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നുണ്ട്. CPM-ന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മന്ത്രിമാരടക്കമുള്ള വലിയൊരു സംഘം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ഇന്ന് പ്രചരണത്തിന്റെ ഭാഗമായി ഉണ്ടാകും. ആ നിലയിൽ പരസ്യ പ്രചരണം അവസാനിക്കുന്നതിന് മുൻപ് അവസാന മണിക്കൂറുകളിൽ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ പ്രചരണം നടത്തി വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് മുന്നണികൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്നലെ വലിയ ആവേശം നിലമ്പൂരിൽ ഉണ്ടായിരുന്നു. ഒരു കലാശക്കൊട്ടിന്റെ ആവേശത്തിലായിരുന്നു നിലമ്പൂർ നഗരം ഇന്നലെ ഉണ്ടായിരുന്നത്. PV അൻവർ യൂസഫ് പത്താനുമായി ഒത്തുള്ള ഒരു റോഡ് ഷോ ഇന്നലെ സംഘടിപ്പിച്ചിരുന്നു. 600-ഓളം വാഹനങ്ങൾ ആ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി 2 ഇടങ്ങളിൽ പൊതുയോഗങ്ങളിലും ഒപ്പം തന്നെ റോഡ് ഷോകളിലും പങ്കെടുത്തു. ആര്യാടൻ ഷൗക്കത്തിനൊപ്പമായിരുന്നു പ്രിയങ്ക ഗാന്ധി 2 റോഡ് ഷോകളിലും ഒപ്പം തന്നെ പൊതുസമ്മേളനങ്ങളിലും പങ്കെടുത്തത്. ഈ പൊതുസമ്മേളനങ്ങളിൽ പ്രിയങ്ക ഗാന്ധി പ്രസംഗിക്കുകയും ചെയ്തു.
ഒപ്പം മുഖ്യമന്ത്രിയുടെ റോഡ് ഷോയും പൊതുയോഗങ്ങളും ഇന്നലെ നടന്നിരുന്നു. ആ നിലയിൽ എല്ലാവരും ശക്തമായ പ്രചരണമാണ് നിലമ്പൂരിൽ അവസാന മണിക്കൂറുകളിൽ പുറത്തെടുക്കുന്നത്. ആ നിലയിലുള്ള പ്രചരണം ഇനിയുള്ള മണിക്കൂറുകളിലും തുടരുക എന്നുള്ളതാണ് മുന്നണികൾ ലക്ഷ്യം വയ്ക്കുന്നത്. ആവേശം നിലനിർത്തുക എന്നുള്ളതാണ് മുന്നണികൾ ലക്ഷ്യം വയ്ക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിയോടെയാണ് കലാശക്കൊട്ട് നടക്കുക. അതിനു മുൻപ് തന്നെ പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യവും സ്ഥാനാർത്ഥികളുണ്ട്. ഇന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജും ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ആരാടൻ ഷൗക്കത്തും മണ്ഡല പര്യടനങ്ങൾ നടത്തും. അവസാന റൗണ്ട് പര്യടനങ്ങളാണ് ഇന്ന് നടക്കുക. നാളെ കലാശക്കൊട്ടായതിനാൽ തന്നെ നഗരം കേന്ദ്രീകരിച്ചുള്ള പ്രചരണമാണ് മുന്നണികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അതുകൊണ്ട് തന്നെ വഴിക്കടവ് അടക്കമുള്ള മുത്തേടം അടക്കമുള്ള നിലമ്പൂരിൻ്റെ മലയോര മേഖലകളിലേക്ക്, നഗരം വിട്ടുള്ള മേഖലകളിലേക്ക് പ്രചരണം നടത്തി ആ അവസാനവട്ട പ്രചരണവും പൂർത്തിയാക്കുക എന്നുള്ളതാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ലക്ഷ്യം വയ്ക്കുന്നത്. യെസ്, റാഫി കരീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അവസാന ലാപ്പിൽ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ചൂടുപിടിക്കുകയാണ്. ഇന്ന് ഒരു ദിവസം മാത്രമാണ്. നാളെ ആകുമ്പോഴേക്കും ഏറ്റവും കരുത്ത് കാട്ടി ഒരു സമാധാനത്തോടു കൂടിയുള്ള പ്രചരണങ്ങളാകട്ടെ. കാരണം നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം തന്നെ. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കട്ടെ. ഇപ്പോൾ ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ പാർലമെന്റിന്റെ കമ്മിറ്റി വരുന്നു. JDU MP സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും എന്നാണ് ഇപ്പോൾ R. അച്യുതൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കനത്ത മഴയിൽ മൂന്നാർ നല്ലതണ്ണി റോഡിൽ മണ്ണിടിഞ്ഞു. മണ്ണ് മാറ്റി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഇതെപ്പോഴായിരുന്നു മണ്ണിടിച്ചിൽ? എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഇന്നലെ രാത്രിയിലാണ് ഈ മൂന്നാർ നല്ലതോണി റോഡിൽ മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടത്. അല്പസമയത്തിന് ശേഷം അത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു, ഭാഗികമായിട്ടെങ്കിലും. കനത്ത മഴയാണ് ഈ മൂന്നാർ മേഖലയിൽ ഇന്നലെ രാത്രിയിൽ പെയ്തത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മൂന്നാർ മേഖലയിൽ അതിശക്തമായ മഴയായിരുന്നു. ഈ പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ വ്യാപകമായി തന്നെ പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കിയിൽ ഇടവിട്ട് കനത്ത മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. പരക്കെ തന്നെ പീരുമേട്ടിലും ദേവികുളത്തുമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം, അല്ലെങ്കിൽ ആളുകൾക്ക് പേടിയുണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ മഴയ്ക്കൊപ്പം കനത്ത കാറ്റുകൂടി വീശുന്നുണ്ട്. വ്യാപകമായിട്ട് മരം ഒടിഞ്ഞു വീണ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃഷി ഉൾപ്പെടെ പലയിടങ്ങളിലും നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏലത്തോട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരം ഒടിഞ്ഞു വീണ് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് ആളപായമൊന്നുമില്ല. വീടുകൾക്ക് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്കിൽ കൂടിയും ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. ഡാമുകളിലെ സ്ഥിതിയും ഈ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ, അനിയന്ത്രിതമായ തോതിൽ ഉയരുന്നില്ല. വലിയ ഡാമുകളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇടുക്കിയിലാണെങ്കിലും മുല്ലപ്പെരിയാറിലാണെങ്കിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ റൂൾ കർവ് പരിധിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടില്ല. ഈ നിലവിൽ മലയോര മേഖലയിൽ ഒരു ഡാം മാത്രമാണ്, കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ മാത്രമാണ് ഉയർത്തിയിരിക്കുന്നത്. അതിന്റെ വെള്ളം മുതിരപ്പുഴയാറിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്നു. മഴ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്പസമയം മുമ്പ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പെയ്തിരുന്നത് കനത്ത മഴ തന്നെയാണ്. യെസ്, രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേർന്നത്. BJP നേതാവും നടനുമായ G. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം തട്ടിയെന്ന കേസിൽ പ്രതികളായ വനിതാ ജീവനക്കാർക്ക് ഇന്ന് നിർണായകം. 3 വനിതാ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായേക്കും. നിലവിൽ മൊഴിയെടുക്കുന്നതിന് ഹാജരാകാതെ ജീവനക്കാർ ഒളിവിലാണ്. ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ 1 വർഷമായി ഓഡിറ്റ് നടത്തിയിരുന്നില്ലെന്നും 69 ലക്ഷം തിരിമറി നടത്തിയെന്ന പരാതി വ്യാജമാണെന്നുമാണ് വനിതാ ജീവനക്കാരുടെ വാദം. ജീവനക്കാർ നൽകിയ കേസിൽ കൃഷ്ണകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 18-നാണ് പരിഗണിക്കുക. ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും. കാട്ടാന ആക്രമണത്തിലാണ് സീത മരിച്ചത് എന്ന് ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബിനുവും 2 മക്കളും പറയുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ആദർശ് രാധാകൃഷ്ണൻ മരണം വന്യജീവി ആക്രമണം മൂലമല്ലെന്നും കൊലപാതകം എന്നുമാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ട് ഇത് പോലീസിന് കൈമാറും. സംഭവസ്ഥലത്ത് വനം, പോലീസ്, ഫോറൻസിക് സംഘം പരിശോധന നടത്തിയിരുന്നു. കാട്ടാനയുടെ സാന്നിധ്യം സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സീതയെ പുറത്തെത്തിക്കാൻ സഹായിച്ചവരുടെ ഫോൺ കോൾ രേഖകളും പോലീസ് പരിശോധിക്കും. തിരുവനന്തപുരം വെള്ളറട പനച്ചമൂട് വീട്ടമ്മയെ കൊന്ന് കുഴിച്ചിട്ട കേസിലെ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രിയംവദയെ കൊലപ്പെടുത്തിയെന്ന് സംബന്ധിച്ച അയൽവാസി വിനോദ്, കുഴിച്ചിടാൻ സഹായിച്ച സഹോദരൻ സന്തോഷ് എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കുക.
ഇവരുടെ അറസ്റ്റ് ഇന്നലെ രാത്രിയോടെ വെള്ളറട പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പ്രിയംവദയെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയെന്നാണ് പ്രതിയായ വിനോദിന്റെ മൊഴി. എന്നാൽ മറ്റെന്തെങ്കിലും തർക്കം കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി പുറത്തെടുത്ത മൃതദേഹം ഇന്ന് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വിത്തൂട്ട് പദ്ധതിയുമായി വനംവകുപ്പ്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് കാക്കവയൽ വനപർവ്വം ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. വിത്തുകൾ വനത്തിൽ പാകി വന്യജീവികൾക്ക് ഭക്ഷ്യ ലഭ്യത ഉറപ്പ് വരുത്തുന്നതാണ് പദ്ധതി. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പദ്ധതി വനം വകുപ്പ് നടപ്പാക്കുന്നത്. ഭക്ഷണത്തിനായി നാട്ടിലേക്ക് ഇറങ്ങാതെ കാട്ടിൽ തന്നെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാക്കുകയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മണ്ണിന്റെയും ജൈവവളത്തിന്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ നാടിൻ സസ്യങ്ങളുടെ വിത്താണ് വിത്തുണ്ടകൾ ഉള്ളത്. വനത്തിന്റെ ഭൂപ്രകൃതിക്കനുസരിച്ച് ഇത് ഇവിടങ്ങളിൽ നിക്ഷേപിക്കും. അത്തരം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചത്. നമ്മുടെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട റിസർച്ച് സെന്ററുകളിൽ നടത്തിയ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി വിത്തുണ്ടകൾ എന്ന സങ്കല്പം ഉണ്ടായത്. മഴക്കാലമാകുമ്പോൾ അല്ലെങ്കിൽ അനുകൂല കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ അത് കാട്ടിൽ വിതരണം ചെയ്തുകൊണ്ട് വൃക്ഷ സമൃദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ആ പദ്ധതി. വേഗത്തിൽ മുളയ്ക്കുന്ന വിത്തുകളാണ് ഇതിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. 36 വനം ഡിവിഷനുകളിലാണ് പദ്ധതി നടപ്പാക്കുക. നാട്ടുകാരുടെ കൂടി സഹകരണത്തോടെയായിരിക്കും പദ്ധതി. പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന ലക്ഷ്യവും വിത്തൂട്ട് പദ്ധതിക്ക് പിന്നിലുണ്ട്. 24 കോഴിക്കോട്. ഇനി അറിയിപ്പുകൾ. +1 ഏകജാലകം 3ാം ഘട്ട അലോട്ട്മെന്റിൽ പ്രവേശനം ഇന്നു മുതൽ. ക്ലാസുകൾ ആരംഭിക്കുന്നത് ഈ മാസം 18. കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക ഒഴിവ്. HST അറബിക് ഹിന്ദി വിഷയങ്ങളിലാണ് ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ. കണ്ണൂർ പിലാത്തറ ചെറുതാഴം കൃഷിഭവനിൽ തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ ഇന്ന് രാവിലെ 10 മുതൽ നൽകും. ആവശ്യമുള്ളവർ നികുതി രസീത് ആധാർ സഹിതം കൃഷിഭവനിൽ എത്തണം. പത്തനംതിട്ട മാമൂട് ഇല്ലിരിക്കൽ പടി എന്നിവിടങ്ങളിൽ വൈദ്യുതി മുടങ്ങും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെയാകും ഭാഗിക നിയന്ത്രണം. മലപ്പുറം വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരുടെ ഒഴിവ് ഗണിത വിഭാഗത്തിൽ. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. നോക്കാം കായിക വാർത്തകൾ ചുരുക്കത്തിൽ. ഇറ്റാലിയൻ ഫുട്ബോൾ ടീം പരിശീലകനായി മുൻ മിഡ്ഫീൽഡർ ജനാരെ ഇവാൻ ഗട്ടുസോയെ നിയോഗിച്ചു. അടുത്തിടെ പുറത്താക്കിയ ലുസിയാനോ സ്പെല്ലറ്റിക്ക് പകരക്കാരനായാണ് നിയമനം. 2006 ലോക കിരീടം ഉയർത്തിയ ഇറ്റാലിയൻ ടീമിലെ അംഗമായിരുന്നു ഗട്ടുസോ. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ശ്രീലങ്കൻ ടീമിനെ പ്രഖ്യാപിച്ചു. പുതുമുഖ താരങ്ങളെ ഉൾപ്പെടുത്തിയ ടീമിനെ ധനഞ്ജയ ഡി സിൽവ നയിക്കും. 2 ടെസ്റ്റ് മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിന്റെ ഒരുക്കങ്ങൾക്ക് VVS ലക്ഷ്മണ നേതൃത്വം നൽകും. മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ ഇന്ത്യയിലേക്ക് മടങ്ങിയിരുന്നു. 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പര 20-ന് ആരംഭിക്കും. വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പര്യടനത്തിന് മുൻപ് ഓസ്ട്രേലിയയ്ക്ക് തിരിച്ചടിയായി താരങ്ങളുടെ പരിക്ക്. ഇടുപ്പിന് പരിക്കേറ്റ് ഫാസ്റ്റ് ബൌളർ ബ്രണ്ടൻ ടോഗട്ട് ടീമിലുണ്ടാകില്ല. കൈവിരലിന് പരിക്കേറ്റ സ്റ്റീവ് സ്മിത്ത് കളിക്കുമോ എന്ന കാര്യത്തിലും ആശങ്ക. ക്ലബ് ലോകകപ്പിൽ മിന്നും ജയത്തോടെ തുടങ്ങി ബയൺ മ്യൂണിക്. ഓക്ലൻഡ് സിറ്റിയെ ഏകപക്ഷീയമായ 10 ഗോളുകൾക്ക് തകർത്തു. ബയണിനായി ജമാൽ മുസിയാല ഹാട്രിക് നേടി. അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് പഠിക്കാൻ പാർലമെന്റ് കമ്മിറ്റി. JDU MP സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് അന്വേഷണം നടത്തുക. വിമാനയാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുമാർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിവരങ്ങൾ. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു അപകടമാണ് ഈ അഹമ്മദാബാദിൽ ഉണ്ടായത്. ആ ഒരു സ്വാഭാവികമായിട്ടും അതിലിപ്പോൾ പാർലമെന്റിന്റെ, അതായത് പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ട്രാൻസ്പോർട്ട്, ആ കമ്മിറ്റി ആയിരിക്കും ഇതിന്റെ ഒരു പഠനം നടത്തിയേക്കും എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. ഈ അപകടം എങ്ങനെ നടന്നു, ഇത് സംബന്ധിച്ച് ഇനി സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികൾ, യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട് ഈ കമ്മിറ്റി തയ്യാറാക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അത്തരത്തിൽ
അടുത്ത് ഈ കമ്മിറ്റി ചേരുന്ന ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടായിരിക്കും അടുത്ത നടപടികളിലേക്ക് കൂടി കടക്കുക. JDU MP സഞ്ജയ് ഷായുടെ നേതൃത്വത്തിലുള്ള ഈ പാർലമെന്റ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി ആയിരിക്കും ഈ അപകടത്തിനെ കുറിച്ച് പഠിക്കുക എന്നുകൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ഈ കമ്മിറ്റി തന്നെയാണ് ഇതുവരെയും പരിശോധിച്ചു വരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ അപകടത്തെക്കുറിച്ചുള്ള പഠനവും ഈ കമ്മിറ്റി നടത്തും എന്ന വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ആ പഠനം നടത്തിയ ശേഷം കൃത്യമായൊരു മാർഗരേഖയടക്കം, അതായത് ഈ വിമാനയാത്ര സംബന്ധിച്ചുള്ള അതിൽ സുരക്ഷാ കാര്യങ്ങൾ സംബന്ധിച്ച് അതിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. ഒപ്പം തന്നെ ഈ വർഷകാല സമ്മേളനം വരുന്ന ഘട്ടത്തിൽ ഇതിലൊരു വിശദമായ ചർച്ച ഇക്കാര്യങ്ങളിൽ ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടിയാണ് ലഭിക്കുന്നത്. ഉന്മേഷ് സ്മിത. അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മൂന്നാറിൽ കനത്ത മഴ. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, മൂന്നാറിൽ നേരത്തെ നമ്മൾ ഒരു മണ്ണിടിച്ചിൽ വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഇപ്പോഴും മഴയാണോ മൂന്നാറിൽ? മൂന്നാറിൽ ഇപ്പോഴും കനത്ത മഴ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയാണ്, അതിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. ബാക്കിയുള്ള മേഖലകളിലൊക്കെ മഴ ശമിച്ചപ്പോഴും ഇപ്പോൾ മൂന്നാർ മേഖലയിൽ കനത്ത മഴ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. തോട്ടം മേഖലകളിലൊക്കെ മഴ പെയ്തതോടുകൂടി ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞ പോലെ തന്നെ നല്ലതണ്ണി ഉൾപ്പെടെയുള്ള മേഖലകളിൽ റോഡിന്റെ സൈഡ് ഇടിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് നേരത്തെ ഈ പള്ളിവാസലിൽ ഒരു സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു റിട്ടേണിംഗ് വാൾ ഇടിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അവിടെയും അപകട സാധ്യത കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത മൂന്നാറിലേക്ക് എത്തുന്നവർ പുലർത്തേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലൂടെ പോകുന്നവർ ജാഗ്രത കൃത്യമായും പാലിക്കണം. മാത്രമല്ല ഈ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. അത് വഴിയുള്ള യാത്ര കർശനമായി തന്നെ നിയന്ത്രിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുള്ളതാണ്. രാത്രിയാത്ര അവിടെ പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല മഴ ശക്തമാകുന്ന സമയങ്ങളിൽ അതുവഴി യാത്ര ചെയ്യരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ പോലും ചെറിയ തോതിലുള്ള മണ്ണും കല്ലും റോഡിലേക്ക് പതിക്കുകയും ചെയ്തിരുന്നു. സമാനമായ സാഹചര്യം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ജാഗ്രത ആളുകൾ പുലർത്തേണ്ടതാണ്. നിലവിൽ മണിക്കൂറുകളായി തോരാതെ മൂന്നാർ മേഖലയിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേർന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ബാധിതരുടെ കൂട്ടിരിപ്പുകാർക്ക് അത്യാധുനിക വിശ്രമ കേന്ദ്രം ഒരുങ്ങുന്നു. 1985 MBBS ബാച്ച് വിദ്യാർത്ഥികളാണ് ഈ വിശ്രമ കേന്ദ്രത്തിന് പിന്നിൽ. മെഡിക്കൽ കോളേജിന്റെ 60ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് നെസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന വിശ്രമ കേന്ദ്രം ഒരുക്കിയത്. ക്യാൻസർ ബാധിതർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അതുപോലെ തന്നെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് കൂട്ടിരിപ്പുകാർ. ഊണും ഉറക്കവുമില്ലാതെ ഉറ്റവർ സുഖം പ്രാപിക്കുന്നത് കാത്തിരിക്കുന്നവർ. എന്നാൽ മെഡിക്കൽ കോളേജിലെത്തുന്ന കൂട്ടിരിപ്പുകാർക്ക് വിശ്രമിക്കാൻ മതിയായ സൗകര്യമുണ്ടായിരുന്നില്ല. ഈ വലിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് 1985 MBBS ബാച്ചിലെ വിദ്യാർത്ഥികളായ ഡോക്ടേഴ്സ് ഒരു വിശ്രമ കേന്ദ്രം ഒരുക്കാൻ തീരുമാനിച്ചത്. ഡോക്ടർ ജയകുമാർ പറഞ്ഞ അനുസരിച്ച് ക്യാൻസർ കെയറിന്റെ ഏരിയ വാർഡിൽ ഒരു വെയിറ്റിംഗ് ഏരിയ, ബൈസ്റ്റാൻഡേഴ്സ് വെയിറ്റിംഗ് ഏരിയ വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലായി. നമ്മൾ ആദ്യം ഒരു 750 സ്ക്വയർ ഫീറ്റിലാണ് തുടങ്ങിയത്. പക്ഷേ അതിനോടനുബന്ധിച്ച് ഒരു ഓപ്പൺ ഏരിയയുടെ ആഡ് ചെയ്ത് ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ക്യാൻസർ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കൊരു വലിയ ആശ്വാസമായിരിക്കുന്നത്. അതിനാൽ ഇതുപോലുള്ള പ്രോജക്റ്റുകൾ മറ്റുള്ളവർ ടേക്കപ്പ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ക്യാൻസർ വാർഡിനോട് ചേർന്ന് 1000 ചതുരശ്ര അടിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ബാച്ചിലെ 80ഓളം പേർ നൽകിയ 35 ലക്ഷം രൂപ മുടക്കിയാണ് വിശ്രമ കേന്ദ്രം ഒരുക്കിയത്. ഭക്ഷണം കഴിക്കാനുള്ള ഇടം, 2 നിലകളിലുള്ള കിടക്ക, CCTV ക്യാമറ, അത്യാധുനിക ബാത്റൂം തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ഇടങ്ങളുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇത് സ്വന്തം വീട് പോലെ കരുതി ആൾക്കാർ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഏറ്റവും ഞങ്ങളുടെ ഉള്ളിലുള്ള വിഷമം അതാണ്. ഇത് നന്നായിട്ട് നടന്നു പോകണം, വൃത്തിയായിട്ട് കിടക്കണം, നമ്മുടെ വീട് പോലെ അവരതിനെ സ്നേഹിച്ച് വൃത്തിയായിട്ട് ഇവിടെയുള്ള ഫെസിലിറ്റീസ് അവർ ഉപയോഗിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ICUവിൽ കഴിയുന്നവരുടെ കൂട്ടിരിപ്പുകാർക്കാണ് വിശ്രമ കേന്ദ്രം ഉപയോഗിക്കാനാവുക. ഇതിനായി പ്രത്യേകം കാർഡുകൾ നൽകും. അസുഖബാധിതർക്ക് വേണ്ടിയും കൂട്ടിരിപ്പുകാർക്ക് വേണ്ടിയും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും 85 ബാച്ചിലെ ഈ ഡോക്ടേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ, 24, കോട്ടയം.
കൊല്ലം ആശ്രാമം ബ്രിട്ടീഷ് റെസിഡൻസി എന്ന സർക്കാർ അതിഥി മന്ദിരം പുനരുദ്ധാരണത്തിന്റെ പേരിൽ അടച്ചിട്ടിട്ട് 5 വർഷമായിരിക്കും. നവീകരണത്തിനായി അനുവദിച്ച കോടികൾ പാഴായി. കെട്ടിടത്തിന്റെ തനിമ നിലനിർത്തിയുള്ള പുനരുദ്ധാരണമാണ് നടത്തുന്നതെന്ന് വകുപ്പ് മന്ത്രിയും കൂട്ടരും അന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി. പ്രധാന കെട്ടിടത്തിന്റെ ജനാലകൾ പലതും തുറന്നു തന്നെ കിടപ്പാണ്. ചില്ലുകൾ പലയിടത്തും തകർന്നിട്ടുണ്ട്. എയർ കണ്ടീഷണറുകൾ ചുവരിൽ നിന്ന് വീണ് കിടപ്പുണ്ട്. മച്ചിലെ തടികൾ ദ്രവിച്ചു തുടങ്ങി. കോടികൾ ചിലവാക്കി പുൽത്തകിടി വെച്ചുപിടിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. പണി അവിടെ തന്നെ നിന്നെങ്കിലും കോടികളുടെ പുൽത്തകിടി വെറുതെയായില്ല. പുല്ലുവെച്ചിടം കാടായി വളർന്നു. 1.7 കോടി രൂപ ചിലവഴിച്ച് ചോർച്ച പരിഹരിക്കാനായി അരികോടുകൾ മാറ്റി ഷീറ്റ് പാകി ഓട് മേഞ്ഞു. പുതുതായി പാകിയ അരിയോടുകൾക്കിടയിൽ ചോർച്ച തുടങ്ങി. കെട്ടിടത്തിന്റെ വയറിംഗ് പൂർണ്ണമായും ഉപയോഗശൂന്യമായി. മഴയിൽ വീണ മരച്ചിലകൾ ഇപ്പോഴും വളപ്പിൽ തന്നെ കിടപ്പുണ്ട്. പരിപാലനമില്ലാതെ വന്നതോടെ കെട്ടിടം വീണ്ടും തകർച്ചയുടെ വക്കിലാണ്. പുതിയ പദ്ധതി രേഖ പ്രകാരമുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥ മറുപടി. കെട്ടിടത്തിന്റെ നിലവിലെ അവസ്ഥ പുറത്തുവരാതിരിക്കാൻ ഇതിന്റെ ഉള്ളിലേക്കുള്ള പ്രവേശനത്തിനും വിലക്കേർപ്പെടുത്തി. ഭരണതലത്തിലെ നടപടിക്രമങ്ങളിലെ അലംഭാവം തുടർന്നാൽ കൊല്ലത്തിന് നഷ്ടമാവുക പകരം വെക്കാനില്ലാത്ത ചരിത്ര സ്മാരകം കൂടിയാണ്. ദയാവധം കാത്തുകിടക്കുന്ന അതിഥി മന്ദിരമെന്ന മുഖ്യമന്ത്രി തന്നെ വിമർശനം ഉന്നയിച്ച അതേ കെട്ടിടമാണിത്. വർഷം 1 കഴിഞ്ഞിട്ടും കെട്ടിടത്തിന്റെ ദുരവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽ മാത്രം പെട്ടില്ല. കൊല്ലത്തിന്റെ ഒരു പൗരാണിക പാരമ്പര്യമാണ് ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥതയിൽ ഇങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്തുനിന്ന് ശ്രീകാന്ത് പി എസിനൊപ്പം അരുൺ രാജ്, 24. പത്തനംതിട്ടയിൽ നിന്നൊരു വിവരം വരുന്നു. മലയാലപ്പുഴയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരിക്ക്. ശ്യാം നിവാസിൽ കൃഷ്ണൻ നായർക്കാണ് പരിക്കേറ്റത്. AB ജയശങ്കറുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഉന്മേഷ്, കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലാണ് ഇത്തരത്തിൽ വീടിന് മുകളിലേക്ക് മരം വീണ ഗൃഹനാഥന് പരിക്ക് സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മലയാലപ്പുഴ സ്വദേശിയായ ശ്യാം നിവാസിൽ കൃഷ്ണൻ നായർക്കാണ് ഇത്തരത്തിൽ പരിക്ക് പറ്റിയത്. ഇദ്ദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇദ്ദേഹത്തിന്റെ തലയ്ക്കും കൈക്കും ഉൾപ്പെടെ ഇത്തരത്തിൽ സ്റ്റിച്ച് ഉൾപ്പെടെയുള്ള സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വീടിന് മുകളിലേക്ക് ആഞ്ഞിലി ഉൾപ്പെടെയുള്ള പ്ലാവ്, ആഞ്ഞിലി ഉൾപ്പെടെയുള്ള മരങ്ങൾ ഈ കാറ്റിൽ വീഴുകയായിരുന്നു. ഈ മലയാലപ്പുഴ ഭാഗത്ത് ഈ കാറ്റിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. പലയിടങ്ങളിലും മരം വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. ഈ നദികളിൽ ഉൾപ്പെടെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പമ്പാ നദിയിൽ ഉൾപ്പെടെ ഇറങ്ങുന്നതിന് നിരോധനം ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും നിലവിൽ മഴ വിട്ടുനിൽക്കുന്നു, ആശ്വാസകരമാണ്. പക്ഷേ മേഖലയിൽ ഉൾപ്പെടെ ഒറ്റപ്പെട്ട രീതിയിൽ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. ആളുകൾ ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഉന്മേഷ്, ശരി. AB ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പുറംകടലിൽ തീപിടിച്ച സിംഗപ്പൂർ കപ്പൽ വാൻഹായിലെ കണ്ടെയ്നറുകൾ ആലപ്പുഴ, കൊല്ലം, എറണാകുളം ജില്ലകളുടെ തീരങ്ങളിൽ അടിഞ്ഞേക്കും. കപ്പലിലേതെന്ന് സംശയിക്കുന്ന വസ്തുക്കളിൽ തുടരുതെന്ന് കോസ്റ്റ് ഗാർഡിന്റെ നിർദ്ദേശമുണ്ട്. 200 മീറ്റർ അകലം പാലിക്കണമെന്നാണ് നിർദ്ദേശം. അശ്വിൻ പാലാഴിയുണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഇപ്പോൾ വീണ്ടും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷ്, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അഴീക്കിൽ നിന്നും 44 നോട്ടിക്കൽ മൈൽ അകലെ ഈ വൻഹായ് 503 കപ്പൽ തീപിടിക്കുന്നത്. അതിൽ നിന്നും കൃത്യം 7 ദിവസത്തിനിപ്പുറമാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം തീരങ്ങളിൽ നൽകുന്നത്. എറണാകുളം ഒപ്പം ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരദേശങ്ങളിലാണ് കോസ്റ്റ് ഗാർഡും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും ഇന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, ഒപ്പം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. കപ്പലിൽ നിന്ന് വീണ്ടുള്ള കണ്ടെയ്നറുകൾ ഇന്നും നാളെയുമായി ഈ തീരങ്ങളിൽ അടിയാനുള്ള സാധ്യതയാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അജ്ഞാത വസ്തുക്കൾ തീരങ്ങളിൽ കണ്ടാൽ അതിൽ തുടരുത്. 200 മീറ്റർ ദൂരപരിധി പാലിച്ച് നിൽക്കണം. ഒപ്പം 112 എന്നുള്ള നമ്പറിൽ വിളിച്ചറിയിക്കണം എന്നീ നിർദ്ദേശങ്ങളാണ് പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ ആലപ്പുഴ തീരദേശത്ത് ഒരു സേഫ്റ്റി ബോട്ട് കരയ്ക്കടിഞ്ഞിരുന്നു. അത് വൻഹായ് കപ്പലിൽ നിന്ന് പുറത്തു വന്നതാണ് എന്ന് തെളിയുകയും ചെയ്തിരുന്നു. അതിൽ വൻഹായ് കപ്പലിന്റെ അടയാളപ്പെടുത്തലുണ്ട്. എന്തായാലും അങ്ങനെ കൂടുതൽ വസ്തുക്കൾ ഇന്നും നാളെയുമായുള്ള ദിവസങ്ങളിൽ തീരങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നിർദ്ദേശം.
അശ്വിൻ, അതോടൊപ്പം തന്നെ ഈ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ കപ്പൽ അപകടത്തിൽ ഉണ്ടായപ്പോൾ നമുക്കറിയാം അത് ആ പരിസരത്ത് ഇത്ര ദൂരം കൃത്യമായി പാലിക്കണം, അതുപോലെ എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടാൽ അത് തൊട്ടു നോക്കാനോ മറ്റോ പോകരുത്, ഒപ്പം തന്നെ അത് എവിടെയാണോ കൃത്യമായിട്ടൊരു ടോൾ ഫ്രീ നമ്പർ നൽകിയിരുന്നു അതിൽ വിളിച്ചറിയിക്കണം, കൂട്ടം കൂടി നിൽക്കരുത്, ഈ രീതിയിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഉണ്ടോ? തീർച്ചയായും അതേ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ തവണ അത് ആളുകൾക്ക് ഒരു പുതുമയുള്ള കാഴ്ചയായിരുന്നു. പക്ഷെ ഇത്തവണ അതിനോട് ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ പൊതുവെ പരിചിതരായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് നീങ്ങില്ല എന്നുണ്ടെങ്കിൽ പോലും കർശന ജാഗ്രതയാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ കണ്ടെയ്നറുകളോ അജ്ഞാത വസ്തുക്കളോ അടിഞ്ഞാൽ അതിൽ തൊടരുത്, അതിൽ നിന്നും നിശ്ചിത പരിധിയായി 200 മീറ്റർ ദൂരപരിധിയിൽ നിൽക്കണം, 112 എന്നുള്ള നമ്പറിൽ വിളിച്ചറിയിക്കണം എന്നീ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നിലവിൽ പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.